ഏയ് കലിപ്പിലാണോ നിങ്ങൾ? കലിപ്പെന്ന് പറഞ്ഞാൽ നല്ല കട്ട കലിപ്പ്, ഒരു കടുത്ത് കിട്ടിയ ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യം, കയ്യിൽ കിട്ടുന്നത് എന്തും എറിഞ്ഞുടയ്ക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ കലിമൂത്ത് കലിപൂണ്ട് കലിതുള്ളി നിൽക്കുന്ന കട്ട കലിപ്പ് അവസ്ഥയാണെങ്കിൽ നിങ്ങൾ വാ, അടിച്ചു പൊളിക്കാം. അതിനു പറ്റിയ ഒരിടത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പലതരം സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. സമ്മർദ്ദം അതിരു കടന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നവരും ഏറെയുണ്ട് നമുക്ക് ചുറ്റും. കലിതുള്ളി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കിട്ടുന്നതൊക്കെ എറിഞ്ഞുടച്ച് തല്ലിത്തകർത്ത് ആശ്വാസ തീരത്തേക്ക് അഭയം പ്രാപിക്കുന്നവരും എത്രയോ പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഇടം. കൊച്ചിയിൽ കാക്കനാടാണ് ഈ റേജ് റൂം. പേര് ബ്രേക്ക് ആൻഡ് ചിൽ. ഒന്ന് ഡെസ്പായാൽ ദേ ഇവിടെ വന്ന് ഇതുപോലെ അടിച്ചു പൊളിച്ച ചില്ലാവാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല റിലീഫ് കിട്ടും. മൈൻഡ് ശരിക്കും ഫ്രീ ആയി നല്ല ഒന്ന് കൂളാകുക. അതാണ്, അടിപൊളിയാണ്. റേഞ്ച് റൂമിൻ്റെ അകത്ത് ഇപ്പോൾ അവർക്ക് കുപ്പി, കീബോർഡ് ഉണ്ട്, പിന്നെ TV, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമുക്ക് ഒന്ന് എറിഞ്ഞ് പൊട്ടിക്കാൻ താല്പര്യമുള്ള എന്തും അവരൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക്. സംഗതി പൊളിയാണ്. പക്ഷേ ചോരക്കളിയായി മാറാതിരിക്കാൻ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് അടിക്കാനും പൊളിക്കാനുമൊക്കെ അനുവദിക്കുക. പ്രത്യേക സ്യൂട്ട് ധരിച്ച ഹെൽമറ്റും ഫേസ് ഷീൽഡുമൊക്കെ വെച്ച് കയ്യുറയൊക്കെ ധരിച്ചു വേണം റേജ് റൂമിലേക്ക് കടക്കാൻ. അകത്തു കയറി ടൂൾസ് കയ്യിലെടുത്താൽ പിന്നെ ഇടം വലം നോക്കാതെ ചാമ്പിക്കോണം. ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുന്നവർ മടങ്ങുന്നത് കൂളായിട്ടെന്ന് ബ്രേക്ക് ആൻഡ് ചില്ലിൻ്റെ അണിയറ പ്രവർത്തകർ. റേജ് റൂമിന് പുറമെ സോഫ്റ്റ് ഫുട്ബോളും ഗെയിം സോണുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ. ഈ സ്ട്രെസ്സായിട്ട് വന്നവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അവർ ഫ്രീ ആയി കഴിയുമ്പോഴായിരിക്കും അവർ നമ്മുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുക. അപ്പോൾ അവരുടെ സംസാരത്തിൽ കൂടെ തന്നെ നമുക്കത് മനസ്സിലാവും. എല്ലാവരും കുറേ നല്ല റിവ്യൂവും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്ക് സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ഐറ്റംസ് ആയാലും നമ്മൾ കുറച്ച് ഡാമേജ് ആയിട്ടുള്ള കുറച്ച് ഗ്ലാസ് നമ്മൾ കുറേ ഷോപ്പിൽ പോയാണ് എടുക്കുന്നത്. പിന്നെ കീബോർഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഒരു ഇതായിട്ടുള്ളത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു 3 വീക്സ് കൂടുമ്പോൾ നമ്മളെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യും. അത് നമ്മൾ ചാക്കിലാക്കി പിന്നെ നമുക്കൊരു ഡീലർമാരുണ്ട്. നമ്മൾ ഒന്നല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലോക്കൽ സ്ക്രാപ്പുകാരായാലും നമ്മൾ പേ ചെയ്ത് അവരെടുക്കുന്നതാണ്. ഇതുപോലെ കലിയൊടുങ്ങാത്ത കലിപ്പന്മാർക്കും കലിപ്പന്മാരുടെ കാന്താരിമാർക്കും ഒരുപോലെ പരീക്ഷിക്കാവുന്ന ഇടം. ഉള്ളിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഇവിടെ എത്തിയാൽ ഇതുപോലെ ചിന്ന ഭിന്നമാകും, തരിപ്പണമാകും, തകർന്ന് തരിപ്പണമാകും. മനസ്സൊന്ന് ഫ്രീയാക്കാം. കൊച്ചിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.